മനസ്സ്. ഭാഗം 5. കാരണലോകം കണ്ടറിഞ്ഞ ഉയർന്നവരും നല്ലവരുമായ മനസ്സുകളെ അപകീർത്തിപ്പെടുത്തുന്ന മനസ്സുകളെ പിൻപറ്റുക വഴി സമൂഹമൊന്നാകെ അധഃപതനത്തിലേക്ക് അറിയാതെ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന ഊർജവിനിമയം സംഭവിക്കുകയും ചെയ്യുന്നു. അറിയാതെയാണെങ്കിൽ പോലും സമൂഹ മനസ്സ് വിപരീത ഫലം ഉളവാക്കും വിധം ഊർജവിനിമയം നടത്തുന്നുവെന്ന് വരുമ്പോൾ മനുഷ്യരാശി ക്രമേണ ഭാഗ്യം നഷ്ടപ്പെടുന്നവരും അറിവില്ലാത്തവരും ഗുണകരമായ പ്രവർത്തനങ്ങൾ ഇല്ലാത്തവരുമായി തീർന്ന് നശിച്ചു പോകുന്നതിന് ഇടവരികയും ചെയ്യുന്നു. കാരണബോധം ഉൾക്കൊള്ളുന്ന യഥാർത്ഥ വിദ്യാഭ്യാസത്തിലൂടെ സമൂഹത്തിന്റെ മനോനിലയെ ക്രമീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെ ഇവിധം വിചാരപരമായി തന്നെ തിരിച്ചറിയാനാവുന്നു. കാരണമായിരിക്കുന്ന മനസ്സ് എന്ന ആദിമ ഊർജത്തിന്റെ തനതു ഗുണങ്ങളോടെ എല്ലാ സൃഷ്ടികളുടെയും മനസ്സ് ഉത്ഭവിക്കുന്നു എന്നതുകൊണ്ട് തന്നെ സ്ത്രീ പുരുഷന്മാരിൽ സംഭവിക്കുന്ന മാനസിക വ്യാപാരങ്ങൾ അതാതിൻ്റേതായ തലത്തിൽ ഫലവത്താവുക തന്നെ ചെയ്യുന്നു. പ്രകൃതി നിയമങ്ങളെ കാരണതരമായി കണ്ടറിയുന്നതിലൂടെ സംഭവിക്കുന്ന ഉന്നതാശയങ്ങളാകുന്ന മനോവ്യാപാരങ്ങളുടെ സൃഷ്ടിയായ നിയമങ്ങളെ നിന്ദിക്കും വിധത്തിലുള്ള സങ്കല്പങ്ങളെ ബഹിർഗമിപ്പിക്കുന്ന മനുഷ്യർ സമൂഹമധ്യത്തിൽ നല്ലതെന്ന് പരിഗണിക്കാവുന്ന വിധത്തിലുള്ള വാക്കുകൾ ഉച്ചരിക്കുകയും പ്രവൃത്തികളിൽ വ്യാപൃതമായിരിക്കുകയും ഒക്കെ ചെയ്താൽ തന്നെ വികലമായ മനോവ്യാപാരം നിമിത്തം ദുർവാസനകളുടെ സങ്കേതമായി തീർന്ന് സ്വകാര്യ ജീവിതം നശിച്ചു പോകുന്ന സ്ഥിതിയുണ്ടാവുന്നു. സമൂഹത്തിൻ്റെ അല്പമായ അറിവിലൂടെ കാണുമ്പോൾ നല്ലത് എന്ന് തോന്നിപ്പോകും വിധമുള്ള ദുർമാർഗികളുടെ മനോഭാവവും പ്രവൃത്തികളും അനുകരിക്കാൻ സാധാരണ ജീവനുകൾ പ്രേരിതരാവുന്നതുവഴി സാവധാനം സമൂഹം ദുർമാർഗികളുടേത് ആയിത്തീരുകയും ചെയ്യുന്നു. ഉന്നതാശയന്മാരായ ധന്യാത്മാക്കളുടെ പരമ്പരയിൽ പെട്ടു നിൽക്കുകയും സമൂഹമധ്യത്തിൽ സദ്ഗുണ സമ്പന്നരെന്ന് തോന്നിപ്പിക്കുകയും സ്വകാര്യതയിൽ ആശയവൈരുദ്ധ്യം ഉള്ളവരുമായവരുടെ ജീവിതഗതി മുജ്ജന്മങ്ങളിലെ ചിന്തയുടെ പരിണതിയായി വന്നിരിക്കാവുന്നതാണ്. വ്യക്തിപരവും സാമൂഹികവുമായി സംഭവിക്കുന്ന അനുഭവങ്ങളെ വിവേചിക്കുന്നതിലൂടെയാണ് മനോനിലയുടെ സത്യം പ്രവർത്തനങ്ങളിൽ അനിവാര്യമാകുന്നു എന്ന തിരിച്ചറിവിൽ എത്താനാവുന്നത്. മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തുന്ന സ്ത്രീ പുരുഷന്മാർ ഉന്നതാശയങ്ങളുടെ മാർഗദർശനങ്ങൾക്കൊത്തു ചിന്തിക്കുന്നവരും ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നവരുമായാൽ പ്രാപഞ്ചികമായ കൃത്യതയെ ജീവൻ ഉൾക്കൊള്ളുന്നതു നിമിത്തം ജീവിതം കൊണ്ട് മാർഗഭ്രംശം സംഭവിക്കാൻ സാധ്യമല്ലാത്ത അനുഭവം എത്തിച്ചേരുകയും അതിനൊത്ത് ജീവിതഗതി താനേ ക്രമപ്പെട്ട് വരികയും ചെയ്യുന്നു. ഭൗതിക ലക്ഷ്യങ്ങളോട് അമിതാസക്തിയുള്ള സ്ത്രീ പുരുഷന്മാരായിരിക്കുന്ന ജീവനുകൾക്ക് ജീവിക്കുന്ന ജന്മത്തിൽ സാധാരണ ജീവിതാനുഭവത്തോടെ കടന്നുപോകാൻ സാഹചര്യങ്ങൾ നിമിത്തം കഴിയുന്നുവെങ്കിലും സങ്കല്പദോഷം എന്ന വിരുദ്ധ കാരണോർജം ജീവനിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അടുത്ത ജന്മത്തിൽ സങ്കല്പദോഷത്തിന് ഒത്ത ദുരനുഭവങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്നതിന് ഇടയാവുകയും ചെയ്യുന്നു. ദുരനുഭവങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമായി സംഭവിക്കത്തക്ക വിധം സാഹചര്യങ്ങളോടെ ജനിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഇടവരികയും ചെയ്യുന്നു. വികലമായ സങ്കല്പങ്ങൾ നിറഞ്ഞ ജീവനുകളാവുന്ന സ്ത്രീജന്മങ്ങൾ ജീവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന സങ്കല്പോർജത്തിൻ്റെ വിശേഷതകൾക്കനുസരിച്ച് ഭീകരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്നതിനും നിർബന്ധിതമായ വേശ്യാവൃത്തിയിലൂടെ ജീവിതം നയിക്കുന്നതിനും മറ്റും ഇടയായെന്ന് വന്നേക്കാം. പ്രാപഞ്ചികമായ നിലനിൽപ്പും പ്രവർത്തനങ്ങളും എന്തുകൊണ്ട് സംഭവിക്കുന്നുവെന്നോ താൻ ആരെന്നോ ജീവനും ജീവിത ലക്ഷ്യവും എന്തെന്നോ അറിയാതെ കേവലമായ പ്രേരണകൾ നൽകുന്ന ലക്ഷ്യങ്ങളിലൂടെ സാമൂഹിക ജീവിതം എന്ന നിരവധിയായ കർമ്മങ്ങളിലൂടെ ജീവനുകൾ ദുഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ആൺപെൺ നിലനിൽപ്പുകളായുള്ള ജീവനുകളുടെ മനോവ്യാപാരങ്ങളുടെ ദുഷിപ്പ് മൂലമുള്ള അനുഭവഗതി കൊണ്ടെത്തിക്കുന്നത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചും സ്വന്തം ജീവന്റെ തന്നെ അധഃപതനത്തിൽ ആയിത്തീരുകയും ചെയ്യുന്നു. പ്രപഞ്ചവും പ്രകൃതിയും ശുദ്ധവും പൂർണ്ണവുമായ പ്രവർത്തനഗതി ഉള്ളതായിരിക്കെ
മനുഷ്യാവസ്ഥയുടെ ബുദ്ധിമാന്ദ്യവും ശാരീരികവും മാനസികവുമായ എല്ലാവിധ രോഗങ്ങളും വൈകല്യങ്ങളും സംഭവിക്കുന്നതിന് കാരണമായി വരുന്നത് സങ്കല്പങ്ങളും അത് മുഖാന്തരമുള്ള പ്രവർത്തനങ്ങളും യഥാർത്ഥ വഴിയിൽ നിന്ന് വ്യതിചലിക്കുന്നതുകൊണ്ടാണ്. ശാരീരികവും മാനസികവുമായ രോഗങ്ങളും വൈകല്യങ്ങളും മനുഷ്യനെ ബാധിക്കുന്നുവെന്നാൽ ജീവരൂപം എന്ന അല്പപ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്ന സൂക്ഷ്മ ശക്തിവിശേഷത്തിൻ്റെ കൃത്യത തെറ്റുന്നുവെന്നാണ്. എല്ലാ അവസ്ഥകളെയും രൂപങ്ങളെയും ജനിപ്പിക്കുന്നതിന് കാരണമാവുന്ന മനോവ്യാപാരത്തിൻ്റെ ഏത് വിധമായ പാളിച്ചയും ജീവപ്രവർത്തനത്തിൻ്റെ ശേഷിക്കുറവും അനുഭവദോഷങ്ങളുമായി വന്നുപെടുകയും ചെയ്യും. ഒരു മനോഗതിയുടെ പഥം തെറ്റൽ നിമിത്തം ഒരു ജീവനോ അതിൻ്റെ പ്രവർത്തനത്തിനോ മാത്രമല്ല അപകടം സംഭവിക്കുന്നത്. മനസ്സിന് എന്തിലും എവിടെയും ശേഷിക്കൊത്തവണ്ണം പ്രവേശിച്ച് വ്യാപരിക്കുന്നതിന് സാധ്യമാവുന്നതുകൊണ്ട് ഏതൊരു മനസ്സിനും ജീവനും മറ്റൊരു മനസ്സിൻ്റെ പ്രവർത്തനഫലം അനുഭവിക്കേണ്ടതായി വരുന്നു. മനസ്സിൽ നിന്ന് മനസ്സുകളിലേക്ക് നേരിട്ട് പ്രവഹിക്കുന്ന അവസ്ഥയായും കാര്യങ്ങൾ ചിന്തയിലൂടെ തിരിച്ചറിയാനാവാത്ത പ്രവൃത്തിമാർഗത്തിലൂടെയും ഒരു മനസ്സ് മറ്റ് മനസ്സുകളുടെ യോഗ്യതകളോ അയോഗ്യതകളോ ആയി സംഭവിക്കുകയും ചെയ്യുന്നു. ശക്തിയാർജിച്ച ഒരു മനസ്സിൻ്റെ വികലമായ സങ്കല്പം നിമിത്തം ലോകമാകമാനം നാശത്തിലേക്ക് വഴുതി വീഴുമെന്നും സാവധാനം ഭൂമിയുടെ നന്മയും ഐശ്വര്യവും നഷ്ടപ്പെട്ട് പ്രവർത്തനഗതി തകിടം മറിയുമെന്നും വരാവുന്നതാണ്. മനുഷ്യനിലും മറ്റ് ജീവജാലങ്ങളിലുമായി കണ്ടുവരുന്ന രോഗങ്ങൾക്ക് കാരണമായ അണുക്കളുടെ പ്രവർത്തനത്തിനും മറ്റെന്തിലും എന്ന പോലെ മനസ്സാവുന്ന അത്യധിക സൂക്ഷ്മശേഷിയുടെ പ്രവർത്തനം ഗുണകരമായോ ഹാനികരമായോ അനുഭവപ്പെടുന്നു. നിരന്തരമായ പ്രവർത്തനം നിമിത്തം അവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കാത്തതായി യാതൊന്നും ഇല്ലാത്തതുകൊണ്ട് ജീവജാലങ്ങളുടെ നന്മയ്ക്കായി ഉപയോഗപ്പെടുത്താവുന്ന ഏതെങ്കിലും വൈറസ് എന്നോ ബാക്ടീരിയ എന്നോ വിശേഷിപ്പിക്കാവുന്ന അവസ്ഥയിൽ അണുക്കൾ സജീവമാവുകയോ ദുർബലമാവുകയോ ഒക്കെ മനസ്സിൻ്റെ സങ്കല്പത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനം നിമിത്തമായി സംഭവിക്കുകയും ചെയ്യുന്നു. എന്തിൻ്റെയും ആദിമ കാരണശേഷി മനസ്സാകുന്ന സങ്കല്പം ആയതുകൊണ്ടും എല്ലാ പ്രവർത്തനങ്ങളിലും സൃഷ്ടിപരമായ കാരണമാകാതിരിക്കാൻ മനസ്സിന് കഴിയാത്തതുകൊണ്ടും ഇങ്ങനെ സംഭവിക്കുന്നു. ജീവരൂപം എന്നത് അടിസ്ഥാനപരമായി അണുരൂപവും ജീവപ്രവർത്തനമെന്നത് അണുരൂപങ്ങളുടെ സംഗമ പ്രവർത്തനവും ആയതുകൊണ്ട് മനസ്സിൻ്റെ വ്യാപാരങ്ങൾ വളർത്തിവിടുന്ന സങ്കല്പതരമായ അവസ്ഥാമാറ്റം അണുക്കളുടെ അവസ്ഥാമാറ്റങ്ങളും വളർച്ച വികാസങ്ങളുമായി പരിണമിക്കുകയും ജീവിതഗതിയിൽ അനുഭവമായി വരികയും ചെയ്യുന്നത് സ്വാഭാവികം മാത്രമാണ്. ജീവശേഷികൾക്കിടയിൽ നാശം വിതയ്ക്കുന്ന ഒരു പ്രത്യേക രോഗത്തിൻ്റെ അണുക്കളുടെ അനിയന്ത്രിതമായ വികാസം സംഭവിക്കുന്നുവെന്ന് അനുഭവത്തിലൂടെ അറിയാമെന്നല്ലാതെ അതിന് കാരണമായി പ്രവർത്തിച്ച ചീത്തയായ മനഃശക്തിയെ വേണ്ടവണ്ണം ബോധ്യപ്പെടാൻ ഇന്നത്തെ അവസ്ഥയിൽ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ സാധിക്കുന്നില്ല. ഉജ്ജ്വല ശേഷിയുള്ള മനുഷ്യരിൽ പോലും മനസ്സിൻ്റെ യാതൊരു വിധത്തിലും ബോധ്യപ്പെടുന്ന ഗോചരാവസ്ഥ സാധ്യമാകുന്നില്ലാത്തതുകൊണ്ട് തന്നെ മനുഷ്യ മനസ്സുകളും രോഗങ്ങളുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് പറയാനാവാത്ത വിധത്തിൽ രോഗാണുക്കളെ നിയന്ത്രിക്കുന്ന ശക്തിയെക്കുറിച്ച് വിചാരിക്കാൻ പോലും കഴിയാതെ ശാസ്ത്രീയ വീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നെന്നും മനസ്സുകളെ വിസ്മയിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തു വന്നിരിക്കുന്ന ഉന്നതാശയങ്ങളായ മനസ്സുകളിൽ ഉത്ഭവിച്ച സങ്കല്പങ്ങളുടെ ആവിഷ്കാരങ്ങളായല്ലാതെ യാതൊരുവിധ പുരോഗതിയും സംസ്കാരവും ലോകത്തെവിടെയും കാണാനാവുകയുമില്ല. താത്വികമായ അടിത്തറയിൽ നിന്നുകൊണ്ട് കാണാനാവുമ്പോൾ ജന്തുജാലങ്ങളുടെയെല്ലാം പ്രത്യുൽപാദനപരമായ പ്രവൃത്തികൾക്ക് കാരണമാവുന്നതും മനസ്സ് തന്നെയാണെന്ന് വ്യക്തമാവുന്നു. പരിപൂർണ വികാസം പ്രാപിച്ച് ശേഷിയാർജിച്ച മനുഷ്യമനസ്സ് എന്നത് പ്രകൃതിക്ക് തുല്യമായ ശേഷി തന്നെയും ആയിത്തീരുന്നു. പരിപൂർണതയിലെത്താത്ത മനസ്സുകളുടെ പ്രവർത്തനം പോലും പ്രകൃതിയെ ഗുണകരമായോ ദോഷകരമായോ കുറെയെങ്കിലും മാറ്റിമറിക്കുന്നതായി കാണാനുമാവുന്നു.